റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. ഓൺലൈനായി ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. ദീർഘകാലമായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്ന റവാഡ നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറാണ്. 1991 കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. തലശ്ശേരി ASP ആയാണ് റവാഡയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ചുമതലയേറ്റ 48 മണിക്കൂറിലാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് റവാഡ ചന്ദ്രശേഖർ ആരോപണ നിഴലിലായിരുന്നു. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയെങ്കിലും 2012 അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. പത്തനംതിട്ട ASP, പാലക്കാട് ക്രൈംബ്രാഞ്ച് SP, തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് നേരെ പോലീസ് മേധാവി സ്ഥാനത്തെത്തുന്നയാൾ എന്നൊരു പ്രത്യേകതയും റവാഡയുടെ സ്ഥാനാരോഹണത്തിനുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം ഒഴിയുമ്പോൾ പുതിയ മേധാവി അന്ന് തന്നെ അധികാരമേൽക്കുകയാണ് പതിവ്. എന്നാൽ നിലവിൽ റവാഡ ചന്ദ്രശേഖർ ഡൽഹിയിലാണുള്ളത്. വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്ത് എത്തുകയുള്ളൂവെന്നാണ് വിവരം. ഇദ്ദേഹത്തിന് ഇന്ന് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ADGPക്കോ അല്ലെങ്കിൽ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥനോ അധികാരം കൈമാറിക്കൊണ്ട് നിലവിലെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് സ്ഥാനമൊഴിയും. കേരള DGP സ്ഥാനത്തേക്ക് UPSC നൽകിയ 3 പേരുടെ ചുരുക്കപ്പട്ടികയിലെ 2ാമത്തെ പേരുകാരനായിരുന്നു ഇദ്ദേഹം. നിതിൻ അഗർവാൾ ആയിരുന്നു 1ാം പേരുകാരൻ. സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള IPS ഓഫീസറും നിതിൻ ആയിരുന്നു. സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയായിരുന്നു 3ാം പേരുകാരൻ.